ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജി എന്ന ഡിസിപ്ലിൻ്റെ വേരിയസ് ബ്രാഞ്ചസിനെ കുറിച്ചാണ് നോക്കുന്നത്, അഥവാ ഏതൊക്കെ ശാഖകളുണ്ടെന്നാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയുടെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺസെപ്റ്റ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ഇറ്റിമോളജി എന്താണ്, നേച്ചർ, ഫങ്ഷനൊക്കെ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സൈക്കോളജി എന്ന പഠനശാഖയെ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം: പ്യുവർ ആൻഡ് അപ്ലൈഡ്. പ്യുവർ സൈക്കോളജി എന്നും അപ്ലൈഡ് സൈക്കോളജി എന്നും. അപ്പോൾ ആ പേരുകളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ വളരെ രസകരമായിട്ടുള്ളൊരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. കുരുമുളക് പൊടി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. കുരുമുളക് പൊടി മാത്രമായിട്ട് നമ്മൾ കഴിക്കുമ്പം നമുക്ക് അനുഭവപ്പെടുന്ന രുചി എന്തായിരിക്കും? ചിലപ്പോൾ നല്ല എരിവായിരിക്കും അനുഭവപ്പെടുന്നത്. എന്നാൽ ഇതേ കുരുമുളക് പൊടിയെ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ വായിൽ വെച്ചാലോ, ആ രുചി കുറച്ചൊരു എരിവിലായാലും ഒരു ഇച്ചിരി വ്യത്യാസം സംഭവിക്കും, ഒരു വേറൊരു രുചിയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് പ്യുവർ ആൻഡ് അപ്ലൈഡ് സൈക്കോളജിയെക്കുറിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കാൻ. പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ആ ഒരു ബ്രോഡ് പ്രിൻസിപ്പിൾസും തിയറീസും എല്ലാം അവിടെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അതേപോലെ തന്നെ ഒരു മനുഷ്യ സ്വഭാവത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് ആ കാണുന്നത് വെച്ചിട്ടുള്ള പ്യുവറായിട്ടുള്ള ഫോമിലാണ്. അതായത് അതിൻ്റെ പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നു. തിയറീസ്, മെത്തേഡ്സ്, ടെക്നിക്സ് എല്ലാം വരെയാണ് ഹ്യൂമൻ ബിഹേവിയറെ പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ മറ്റൊന്നും ചേർത്തിട്ടില്ല. പ്യുവറാണ് സൈക്കോളജി. യഥാർത്ഥ ഒബ്സർവേഷനിൽ കൂടിയുള്ള തിയറീസും ഫോർമുലേഷൻസും ഒക്കെയാണ്. എന്നാൽ അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ പ്യുവർ സൈക്കോളജിയിൽ നിന്നുള്ള പ്രിൻസിപ്പിൾസിനെ എല്ലാം നമ്മൾ മറ്റുള്ളവയുമായി ചേർത്ത് പ്രയോഗിക്കുകയാണ്. അതായത് യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്യുവർ സൈക്കോളജി അതുപോലെ ഉപയോഗിക്കാതെ മറ്റുള്ള മേഖലകളുമായിട്ട് ചേർന്ന് ഉപയോഗിക്കുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി. അങ്ങനെയുള്ള പ്യുവർ സൈക്കോളജിയുടെ മേഖലകൾ അഥവാ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒട്ടേറെ മേഖലകളുണ്ട്, എങ്കിലും നമുക്കൊരു 5-6 വരെ നോക്കാം. ആദ്യത്തേതാണ് ജനറൽ സൈക്കോളജി. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ജനറൽ ആണ്. അതായത് അത് ബേസിക് പ്രിൻസിപ്പിൾസ്, പ്രോബ്ലംസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് തിങ്കിങ്, ലേണിംഗ്, മെമ്മറി, സെൻസേഷൻ, ഇമോഷൻ, മോട്ടിവേഷൻ, ഈ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നതാണ് ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് അബ്നോർമൽ സൈക്കോളജി. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്തോ ഒരു അബ്നോർമാലിറ്റിയാണ്. അതായത് സ്വഭാവത്തിലെ അൺയൂഷ്വൽ പാറ്റേൺസിനെ കുറിച്ച്, ചിന്തകളിലുള്ള അൺയൂഷ്വൽ പാറ്റേണിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ചില സ്വഭാവങ്ങൾ, എന്തെങ്കിലും ഒരു മെൻ്റൽ ഡിസോർഡർ ഉണ്ടെന്ന് പുറത്ത് കാണിക്കുന്ന സ്വഭാവം കാണും, അതറിയാൻ പറ്റാത്ത സ്വഭാവം കാണും. നമ്മൾ പറയാറില്ലേ, എല്ലാ മനുഷ്യരിലും കുറച്ചൊക്കെ ഒരു വട്ടുണ്ടെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചില സ്വഭാവങ്ങൾ ചില കേസിൽ മെൻ്റൽ ഡിസോർഡറായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവങ്ങൾ കാണും, എന്നാൽ അങ്ങനെ പുറത്തു വരാത്തതും കാണും. അവയെക്കുറിച്ചെല്ലാം അൺയൂഷ്വൽ പാറ്റേണിനെ കുറിച്ച് പഠിക്കുന്നതാണ് അബ്നോർമൽ സൈക്കോളജി. അടുത്തതാണ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി. ഡെവലപ്മെൻ്റൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനനം തൊട്ട് മരണം വരെ അയാളുടെ ഒരു ജീവിത ആ ഒരു കോഴ്സ് എടുത്ത് നോക്കുമ്പം എന്തുകൊണ്ടാണ് അയാളിൽ സ്വഭാവം മാറുന്നത്, അല്ലെ എന്തായിരിക്കാം അതിൻ്റെ കാരണം, മനുഷ്യരിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി. അടുത്തതാണ് സോഷ്യൽ സൈക്കോളജി. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, സോഷ്യൽ. അപ്പം സാമൂഹികമായിട്ടുള്ള, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ കുറിച്ച്, അവരുടെ ഒറിജിനെക്കുറിച്ച്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിലുണ്ടാക്കുന്ന ഇഫക്റ്റിനെ കുറിച്ച് എല്ലാം പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി. അടുത്തതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പം നമ്മൾ സൈക്കോളജിയുടെ ബേസിക്സ് എന്ന് പറയുന്ന വീഡിയോയിലെ കോഗ്നീഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളുടെ സ്വഭാവത്തെ, അയാളുടെ ചിന്ത, അയാളുടെ ക്രിയാത്മകത, അയാളുടെ ചിന്തകളും ഒക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യും ലേണിങ്ങിനെ എന്നുള്ളതാണ്. വൈജ്ഞാനിക പ്രക്രിയകളിൽ നിന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള, അതായത് അറ്റൻഷൻ, ലാംഗ്വേജ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, മെമ്മറി, ക്രിയേറ്റിവിറ്റി, ആ കാര്യങ്ങളുടെ എല്ലാം ഒരു ശാസ്ത്രീയ പഠനമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. അടുത്തതാണ് പാരാസൈക്കോളജി. പാരാസൈക്കോളജി എന്ന് പറയുന്നത് അതായത് സാധാരണ ഒരു സയൻറ്റിഫിക് സൈക്കോളജിയിൽ നിന്ന്, ഒരു യാഥാസ്ഥിതികമായിട്ടുള്ളൊരു സയൻറ്റിഫിക് സൈക്കോളജിയിൽ നിന്നും വ്യത്യാസപ്പെട്ടിട്ട് വേറെ ചില രീതിയിലുള്ള മെൻ്റൽ ഫിനോമിനകളെ കുറിച്ച് പഠിക്കുന്നതാണ്. അതായത് ടെലിപ്പതി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ചിലർ ആത്മാക്കളോട് സംസാരിക്കുന്നു, പിന്നെ ചില സ്വപ്നങ്ങൾ, നമ്മൾ എന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് സ്വപ്നങ്ങൾ കാണുന്നു. അങ്ങനെ കുറേയേറെ കാര്യങ്ങളല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇന്നത് സംഭവിക്കുന്നു പ്രെഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ, നമ്മൾ ഈ സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുമല്ലോ, ആ കാര്യങ്ങളാണ് പാരാസൈക്കോളജിയിൽ വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജിയുടെ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. BEd പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുമ്പം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അതായത് എങ്ങനെയാണ് മനുഷ്യൻ പഠിക്കുന്നത്, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ലേണിംഗ് ആണ് അവിടെ. ഓൾറെഡി നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, പ്യുവർ ആൻഡ് അപ്ലൈഡ് തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്ലൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മിക്സിംഗ് ആണ്. അപ്പം സൈക്കോളജിയെ എഡ്യൂക്കേഷനുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. അതുകൊണ്ട് തന്നെ അത് BEd അല്ലെങ്കിൽ ഒരു അധ്യാപക വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അത് നമ്മൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. അടുത്തതാണ് ക്ലിനിക്കൽ സൈക്കോളജി. പേരിൽ തന്നെ ഉണ്ടല്ലോ ക്ലിനിക്കൽ സൈക്കോളജി. അപ്പോൾ ഈ ഒരു അപ്ലൈഡ് സൈക്കോളജിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഫീൽഡിലാണ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം മെൻ്റൽ ഇൽനെസ്സിനെയും ബിഹേവിയറൽ പ്രോബ്ലംസിനെയും ഒക്കെ പഠിക്കാനും ട്രീറ്റ്മെൻറ്റിനും ഉള്ളതാണ് ക്ലിനിക്കൽ സൈക്കോളജി. അടുത്തതാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. പേരിൽ തന്നെ ഉണ്ടല്ലോ, അതായത് ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ആളുകളുടെ ഒരു വർക്ക് പ്ലേസിലെ എംപ്ലോയീസ്, അവരുടെ സ്ഥലങ്ങൾ, അവർ ജോലി ചെയ്യുന്ന സ്ഥലം, അവിടുത്തെ എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇൻഡസ്ട്രിയൽ സൈക്കോളജി. നമ്മൾ പറഞ്ഞായിരുന്നു, ബേസിക് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഏതൊരു വ്യക്തിയാണ് ഒരു ജോലിക്ക് പറ്റുന്നത്, അല്ല എങ്ങനെയാണ് വർക്ക് പ്ലേസിലെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നത്, അതിനൊക്കെ സൈക്കോളജി സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജി. അടുത്തതാണ് ഫോറൻസിക് സൈക്കോളജി. ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മളൊരു ലീഗൽ സിസ്റ്റത്തിൽ, ഒരു കോർട്ടിലൊക്കെ അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ കസ്റ്റഡി, അതുപോലെ എന്തെങ്കിലും ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നതാണ് ഫോറൻസിക് സൈക്കോളജി. അടുത്തതാണ് മിലിറ്ററി സൈക്കോളജി. പേരിൽ തന്നെ ഉണ്ടല്ലോ മിലിറ്ററി. അപ്പോൾ എന്തോ ആർമിയുമായി ബന്ധപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ആർമി അഥവാ മിലിറ്ററിയിലുള്ളവരുടെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, പിരിമുറുക്കങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുക, അവർക്ക് ഗൈഡൻസും കൗൺസിലിങ്ങും കൊടുക്കുക, അവർക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ലി ആണോ എനിമിയാണോ ഫോഴ്സസിൻ്റെയൊക്കെ ബിഹേവിയറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നതാണ് മിലിറ്ററി സൈക്കോളജി. അടുത്തതാണ് പൊളിറ്റിക്കൽ സൈക്കോളജി. പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ മൈൻഡിൽ നമ്മൾ പൊളിറ്റീഷ്യൻസിനെ കുറിച്ചും അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ചും പൊളിറ്റിക്സിനെ തന്നെ നമ്മൾ സൈക്കോളജിയുടെ കണ്ണിലൂടെ കാണുന്നതാണ് പൊളിറ്റിക്കൽ സൈക്കോളജി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയെക്കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി അപ്ലൈഡ് സൈക്കോളജിയുടെ ഒരു മേഖലയാണിതെന്ന് പറഞ്ഞിരുന്നു. അന്നേരമേ ഞാൻ പറഞ്ഞതാണ്, BEd പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതായത് സൈക്കോളജിയുടെയും എഡ്യൂക്കേഷൻ്റെയും കൂടി ഒരു ബ്ലെൻഡ് അഥവാ ഒരു മിക്സാണ് അവിടെ നടക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശദമായി നമ്മൾ നോക്കിയാൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസും ടെക്നിക്സും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഫലപ്രദമായിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട്. കുറച്ചും കൂടി നോക്കുവാണെങ്കിൽ ആ ഒരു ഡെഫിനിഷൻ പോലെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിലും നോക്കുവാണെങ്കിൽ പറയാം, അതൊരു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്കൂളായിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അവിടെ ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ശാസ്ത്രീയമായി പഠിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അവിടെ വിദ്യാർത്ഥി എന്ന് മാത്രമല്ല, അധ്യാപകരുടെ ആവാം, മറ്റുള്ളവർ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ എല്ലാം ആകാം, എല്ലാം കവർ ചെയ്യുന്നുണ്ട് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ. കാരണം ഒരാളുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു അധ്യാപികയുടെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് തിരിച്ചറിവ് വന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് അതിൽ മാറ്റങ്ങൾ, ഒരു ചേഞ്ച് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താൻ സാധിക്കുള്ളൂ. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് അഥവാ നിർവചനങ്ങൾ നമുക്ക് നോക്കാം. സ്കിന്നർ പറയുന്നതനുസരിച്ച് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും പഠിക്കുന്നതിനെക്കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനമാണെന്നാണ് സ്കിന്നർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കിന്നർ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കോളജിയുടെ ഡെഫിനിഷനിൽ. അത് BF സ്കിന്നറാണ്. അദ്ദേഹമല്ല ഇദ്ദേഹം ചാൾസ് സ്കിന്നറാണ്. ഇദ്ദേഹം ഒരു പ്രോമിനൻറ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റാണ്. രണ്ടുപേരും രണ്ടാണ്.
ചാൾസ് സ്കിന്നർ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നാണ്. പക്ഷേ ക്രോ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: എഡ്യൂക്കേഷണൽ സൈക്കോളജി ഡിസ്ക്രൈബ്സ് ആൻഡ് എക്സ്പ്ലൈൻസ് ദ ലേണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫ്രം ബർത്ത് ടു ഓൾഡ് ഏജ്. അതായത് ജനനം തൊട്ട് മരണം വരെ ഒരു വ്യക്തിയുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ആയ പഠനത്തെക്കുറിച്ച് ഏത് രീതിയിൽ പഠിക്കുന്നു, അത് സ്കൂളിൽ പോയി പഠിക്കാം, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാം. നമുക്കറിയാമല്ലോ, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഓരോ രീതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഒരു ആകത്തുകയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്നാണ് ക്രോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് നിർവചനങ്ങളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അടുത്തതായിട്ട് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ നേച്ചർ അഥവാ സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യത്തേതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഫോളോസ് എ സയൻറ്റിഫിക് മെത്തേഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്, ശാസ്ത്രീയ പഠനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെത്തേഡുകൾ എന്ന് പറയുന്നത് എപ്പോഴും ശാസ്ത്രീയമായിരിക്കും. ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, ഇൻ്റർപ്രിറ്റേഷൻ, അങ്ങനെ ശാസ്ത്രീയ മെത്തേഡാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജിക്കുള്ളത്. അടുത്തതാണ് ഇറ്റ് എംഫസിസ് ഓൺ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ടീച്ചിങ് ആൻഡ് ലേണിങ്ങിനാണ്. പഠനവും ഉണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ്. ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പം ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടിയാണ് ഒരു വ്യക്തി പഠിക്കുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് കമ്പൈൻസ് 2 ഫീൽഡ്സ് എന്നുള്ളതാണ്. 2 ഫീൽഡിൻ്റെ കോമ്പിനേഷനാണല്ലോ, ഏതാണെന്ന് ആ പേരിൽ തന്നെയുണ്ട്, എഡ്യൂക്കേഷനും സൈക്കോളജിയും. അടുത്തത് നോക്കുമ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് മറ്റ് പല മേഖലകളിൽ നിന്നും അതിൻ്റെ എസൻസ് അഥവാ സത്ത് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് വളരെ നിസ്സാരമായി തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ അത് ഒട്ടനവധി മേഖലകളെ കവർ ചെയ്യുന്നുണ്ട്. ആ മേഖലകളുടെ എല്ലാ സത്ത് ഈ ഒരു എഡ്യൂക്കേഷണൽ സൈക്കോളജി വലിച്ചെടുക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് അതൊരു സയൻസ് ഓഫ് എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ശാസ്ത്രമാണ്. അതിനകത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വരുന്നത്: ഹൗ, വെൻ ആൻഡ് വാട്ട് ഓഫ് ലേണിംഗ്. ഹൗ, വെൻ ആൻഡ് വാട്ട് ഓഫ് ലേണിംഗ് ആണ് ഈ ഒരു എഡ്യൂക്കേഷൻ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. എങ്ങനെ, എപ്പോൾ, എന്തിന്, ഇതെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. അതായത് എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രധാനമായിട്ടും 5 മേഖലകളെ കവർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അധ്യാപിക, വിദ്യാർത്ഥി, ആ ഒരു ലേണിംഗ് പ്രോസസ്സ്, പിന്നെ ലേണിംഗ് എൻവയോൺമെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ലേണിംഗ് എക്സ്പീരിയൻസ്. ഈ 5 കാര്യങ്ങളാണ് സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മെയിനായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാൽ ആദ്യത്തേതാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു അധ്യാപികയാകുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ തന്നെ മനസ്സിലാക്കണം. നമുക്ക് എന്തുമാത്രം പഠിപ്പിക്കാൻ പറ്റും, നമ്മുടെ പോരായ്മകൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് മെൻ്റലി എന്തെങ്കിലും കോൺഫ്ലിക്റ്റ്, വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊരിക്കലും നമ്മുടെ കുട്ടികളുടെ മുന്നിൽ അതൊന്നും അവരിലോട്ട് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെ ബാധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മോട്ടിവേഷൻ, അഡ്ജസ്റ്റ്മെൻറ്റ്, പേഴ്സണാലിറ്റി, പിന്നെ ഇൻട്രസ്റ്റ്, അതായത് പഠനത്തിനെ എങ്ങനെ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ജോലിയെ നമ്മൾ ഏത് രീതിയിൽ കാണുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ടീച്ചർ എന്നൊരു ആസ്പെക്റ്റിനകത്ത് വരുന്നുണ്ട്. അടുത്തതാണ് ലേണർ അഥവാ ഒരു വിദ്യാർത്ഥി. അവിടെ നോക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ കപ്പാസിറ്റീസ്, ക്യാപ്പബിലിറ്റീസ്, ഇൻ്റലിജൻസ് ഉണ്ട്, ക്രിയാത്മകതയുണ്ട്, ക്രിയേറ്റിവിറ്റി, ആറ്റിറ്റ്യൂഡ്, പിന്നെ വിശ്വാസങ്ങളുണ്ട്, പേഴ്സണാലിറ്റി, മെമ്മറി, അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, എല്ലാ കാര്യങ്ങളും ഈ ഒരു ലേണർ എന്നൊരു ആസ്പെക്റ്റിൽ വരുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സസ് ആണ്. അപ്പോൾ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പം ഏതൊക്കെ രീതിയിൽ പഠിക്കുന്നു, പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് ലേണിംഗ്, റിമെമ്പറിങ്, ഫോർഗെറ്റിംഗ്, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ വരുന്നുണ്ട്. കാരണം പഠനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഒരു പഠനം മറ്റൊരു പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം തന്നെ ലേണിംഗ് പ്രോസസ്സ് എന്ന ആസ്പെക്റ്റിൽ വരുന്നു. അടുത്തതാണ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പം ഏതൊക്കെ ടെക്നിക്കിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത്.
ലേണിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഏതെല്ലാം അനുഭവങ്ങളിലൂടെയാണ്, എങ്ങനെയെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ലേണിംഗ് നമുക്ക് കിട്ടും നമ്മളുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും വെച്ച്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ലേണിംഗ് എക്സ്പീരിയൻസിൽ വരുന്നുണ്ട്. പിന്നീടുള്ളതാണ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതൊരു വ്യക്തിയുടെ പഠനത്തെയും ആ ഒരു അന്തരീക്ഷം, എവിടെ നിന്നാണ് പഠിക്കുന്നത്, ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ് റൂമിൻ്റെ എൻവയോൺമെൻറ്റ്, കുട്ടികളുമായിട്ടുള്ളൊരു ഇടപെടൽ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതുപോലെ ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ഗൈഡൻസ്, കൗൺസിലിംഗ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ 5 മേഖലകളാണ് പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലുള്ള, ഇതാണ് ഈ പറഞ്ഞ 5 ബേസിക്സ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പം എന്തെല്ലാം പ്രയോജനങ്ങളാണല്ലേ, നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു മേഖല വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം മിക്കപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്കായാലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫങ്ഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നുള്ളത്. കുറേയേറെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് മേക്ക് ലേണിംഗ് പ്രോസസ് ഇൻട്രസ്റ്റിംഗ്, ഇൻസ്പിരേഷണൽ ആൻഡ് ഇഫക്റ്റീവ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എഡ്യൂക്കേഷണൽ സൈക്കോളജി BEdൻ്റെ ഭാഗമാക്കിയതിൻ്റെ പ്രധാന കാര്യം അതുതന്നെയാണ്. അതായത് കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു പഠന പ്രക്രിയ എന്ന് പറയുന്നത് വളരെയേറെ ഇൻട്രസ്റ്റിങ്ങും ഇൻസ്പിരേഷനും വളരെയേറെ ഇഫക്റ്റീവ് ആക്കുക എന്നുള്ളത്. പിന്നീട് ആ ഒരു വിദ്യാർത്ഥിയെ മനസ്സിലാക്കുക, ലേണറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കുക, ഓരോ കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുക. ആ ഒരു ക്ലാസ് റൂമിൽ കുറേ ഗ്രൂപ്പ് ഉണ്ട്, ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, ആ ഒരു ക്ലാസ് റൂം ഉൾപ്പെടെ, ഒറ്റയ്ക്ക് ടീച്ചർ ഉൾപ്പെടെ ആ ഒരു മൊത്തം ക്ലാസ് റൂം ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കുക, അവർക്കിടയിലുള്ള ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് മനസ്സിലാക്കുക, ആ ഒരു പഠന പ്രക്രിയ, ലേണിംഗ് പ്രോസസ്സ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ ഒരു ക്ലാസ് റൂം ലേണിങ്ങിൻ്റെ നേച്ചർ മനസ്സിലാക്കുക, എത്രമാത്രം ഫലപ്രദമാകുന്നുണ്ട്, അല്ലെ അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് പഠിക്കുന്നത്, റോട്ട് ലേണിംഗ് ആണോ എന്ന് വെച്ചാൽ കാണാപ്പാടമാണോ, അതോ മനസ്സിലാക്കി പഠിപ്പിക്കുകയാണോ, ചെയ്ത് പഠിപ്പിക്കുകയാണോ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, ഏറ്റവും നല്ല രീതിയിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് മനസ്സിലാക്കുക. പിന്നെ കുട്ടികളുടെ കരിക്കുലം, ആ ഒരു കുട്ടികളുടെ പ്രായമനുസരിച്ച് അവരുടെ ആ ഒരു താല്പര്യങ്ങളനുസരിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ തന്നെ കരിക്കുലം കൺസ്ട്രക്റ്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. അടുത്തത് നോക്കുമ്പം ടെക്സ്റ്റ് ബുക്കുകളും ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസും ഒക്കെ ഉണ്ടാക്കുക, ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ സഹായിക്കുക, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, എന്തായാലും നമുക്ക് കരിക്കുലത്തിൻ്റെ കൂടെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ വേണം. സ്പോർട്സ് ആയാലും ഗെയിംസ് ആയാലും ആർട്സ് ആയാലും അതൊക്കെ ഓരോ കുട്ടികളുടെയും ഏജ് അനുസരിച്ച് അവരുടെ മാനസിക വളർച്ച അനുസരിച്ച് തീരുമാനിക്കുക. അതുപോലെ തന്നെ അവരുടെ ലേണിംഗ് ഔട്ട്കം, എത്രമാത്രം അവർ പഠിച്ചു എന്നുള്ളത് മെഷർ ചെയ്യുക. കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക, അതെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക, ഗൈഡൻസ് കൊടുക്കേണ്ട കുട്ടികൾക്ക് കൊടുക്കുക. അതായത് നോർമൽ കുട്ടികൾക്കും എക്സെപ്ഷണൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. ഒരു ക്രിയേറ്റീവ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് കുട്ടികൾക്ക് പറയാനുള്ളതൂടെ കേട്ടിട്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിലൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. കുട്ടികളിലൊരു ശാസ്ത്രീയ ചിന്താഗതി വളർത്തിക്കൊണ്ടുവരിക, ഒരു സയൻറ്റിഫിക് മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേഷൻ, അതായത് കുട്ടികളുടെയും അധ്യാപകരുടെയും പ്രശ്നങ്ങൾ ഒരുപോലെ തന്നെ കേട്ട് അത് പരിഹരിച്ച് അതിനോടനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും ആകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പേരൻസിനെയും ടീച്ചേഴ്സിനെയും ഒരുപോലെ തന്നെ സഹായിക്കുക. ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയുടെ ബ്രാഞ്ചസിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്യുവർ ആൻഡ് അപ്ലൈഡ് ബ്രാഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. അതിൽ അപ്ലൈഡ് ബ്രാഞ്ചിലെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയെക്കുറിച്ച്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ മീനിങ്, അതിൻ്റെ നേച്ചർ, ഫങ്ഷൻ, സ്കോപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.